നിസ്കാരം നോമ്പും വരെ പുതിയത് കൊണ്ടുവരിക. മിഅ്റാജ് നോമ്പ്, ബറാത്ത് നോമ്പ് എവിടുന്ന് കിട്ടി വെച്ചാൽ ഒരു അസ്ലുമില്ല. മിഅ്റാജ് നോമ്പ് യാതൊരു അസ്ലുമില്ല. ബറാത്ത് നോമ്പിന് ദുർബലമായ റിപ്പോർട്ടുകളുണ്ട് വിചാരിക്കാം. മിഅ്റാജ് നോമ്പിന് അതുമില്ല. മിഅ്റാജ് നോമ്പ് റജബ് 27 മിഅ്റാജ് നോമ്പ് എന്ന നോമ്പിന് മാറ്റുണ്ടല്ലോ. ഒരു ഹദീസിലും അങ്ങനെ വിഷയമേ ഇല്ല. നിഷേധിക്കുന്ന ഈ ഭാഗമാണ് വഹാബി ജമാഅത്ത് പോലുള്ള ഈ ഭാഗം. എല്ലാം നിഷേധിക്കുക, പരമ്പരാഗതമായി കിട്ടിയത് മുഴുവനും നിഷേധിക്കുക. അങ്ങനൊന്നില്ല. അതിന്റെ ഹദീസ് ദഈഫാണ്, മുർസലാണ്, മറ്റതാണ് മറിച്ചതാണ്, ഇങ്ങനെ അങ്ങ് പറഞ്ഞ് എല്ലാ നന്മയും നിഷേധിക്കുക. ഇല്ല, ഇസ്ലാമിൽ കുറെ വിഷയങ്ങൾക്ക് കുറെ രേഖയുടെ രൂപങ്ങൾ അയിമത്ത് ഉസൂലിൽ പറഞ്ഞു. എന്തേ കിതാബിൽ അത് പറയാത്തത് കൊണ്ടല്ല. യാനത്തിൽ കാണാം യുസന്നു സൗമു യൗമിൽ മിഅ്റാജ്, ബാജൂരിയിൽ കാണാം യുസന്നു സുന്നത്താണ് സൗമു നോമ്പ് നോക്കൽ യൗമിൽ മിഅ്റാജ്, മിഅ്റാജിന്റെ പകലിൽ. അതിന് ഹദീസുമുണ്ട്. പക്ഷെ അവരത് എടുക്കൂല. എന്ത് ഹദീസ് കാണായിട്ടൊന്നുമല്ല, ഹദീസ് ദഈഫാണ് എന്ന് പറഞ്ഞു. ഇത് വാസ്തവത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ ഏകോപനാഭിപ്രായത്തിനെതിരാണ്. ഇമാം നവവി പറഞ്ഞത് കാണാം, അത് അജ്മഅൽ ഉലമാ, പണ്ഡിതന്മാർ തർക്കമില്ലാത്ത കാര്യമാണ്. അലാ അന്നഹു യജൂസുൽ അമലു ബിൽ ഹദീസിൽ ദഈഫി ഫിൽ ഫളായിൽ. ഇത് ഒരു സ്ഥലത്തൊന്നുമല്ല, നൈമ മാത്രമൊന്നുമല്ല പറഞ്ഞിട്ടുള്ളത്. ഇത് കുറേ കിതാബുകളിൽ കാണാൻ കഴിയും. അതിനൊന്നു പറഞ്ഞു എന്ന് മാത്രം. ദഈഫായ ഹദീസ് കൊണ്ട് ഫളായിലുൽ അമാലിൽ പറയാമെന്നത് ചെയ്യാമെന്നതിൽ തർക്കമില്ല. പണ്ഡിത ലോകത്ത് തർക്കമില്ല. നോക്കി നിങ്ങൾ, ഇജ്മാ എന്ന് പറഞ്ഞാൽ പണ്ഡിത തർക്കമില്ലാത്ത മസ്അല എന്ന. തർക്കമില്ലാത്ത ഇജ്മാഇനെ ഒരാൾ നിഷേധിച്ചാൽ ഒരുപക്ഷെ അവൻ കാഫിറാകും, അല്ലെങ്കിൽ അവൻ മുബ്തദിയാവും. ഒറ്റൊന്ന് നിഷേധിച്ചാൽ മതി.